ഹലോ എവരി വൺ, വെൽക്കം ടു ചാനൽ മല്ലു സിംഗപ്പൂർ. ഞാൻ കൃഷ്ണ. സോ ഇന്ന് നമ്മൾ അപ്ഡേറ്റഡ് CBTയുടെ ഒരു 7 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ജൂൺ 2024 തൊട്ട് CBTയുടെ കംപ്ലീറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺസ് ആൻഡ് NMC ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പാർട്ട് എയ്ക്കകത്ത് യാതൊരു ചേഞ്ചസ് ഒന്നും ഇല്ലെങ്കിൽ പോലും പാർട്ട് ബിക്കകത്ത് ഒരുപാട് കോർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ക്ലിനിക്കൽ ക്വസ്റ്റ്യൻസിനകത്ത് ആപ്ലിക്കേഷൻ ലെവൽ അല്ലെങ്കിൽ സെനാരിയോ ബേസ്ഡ് അല്ലെങ്കിൽ തിയറി ബേസ്ഡ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു 7 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഓരോ ക്വസ്റ്റ്യൻസിൻ്റെയും ഞാൻ റാഷണൽസ് പറയുന്നത് നിങ്ങൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക എന്തായാലും. അപ്പോൾ ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു 1000-ഓ 2000-ഓ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വെറുതെ കാണാതെ പഠിച്ചിട്ട് കാര്യമില്ല. ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് CBTക്ക് ആകെ 3 അറ്റംപ്റ്റ് ആണുള്ളത്. മൂന്നാമത്തെ അറ്റംപ്റ്റ് നിങ്ങൾ ഫെയിലായി പോവുകയാണെങ്കിൽ 6 മാസത്തിന് ശേഷം മാത്രമേ നിങ്ങൾ നെക്സ്റ്റ് ഒരു CBT എക്സാം ബുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ NMC ആപ്ലിക്കേഷൻ നിങ്ങൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും എന്തായാലും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ചാൻസിന് നിങ്ങൾ പോകാതിരിക്കുക, നന്നായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലൂടെ നമുക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പേഷ്യൻറ്റ് വിത്ത് എൻഡ് ഓഫ് ലൈഫ് കെയർ ബിക്കംസ് അൺറെസ്പോൺസീവ്. The nurse asks the relative if the patient filled a DNR form. What does she mean? ഓക്കെ, അപ്പോൾ ഇവിടെ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2-3 കൺസെപ്റ്റുകൾ ഇവിടെ പറയുന്നുണ്ട്. ഒന്ന്, നമ്മളിവിടെ എൽഡർലി പേഷ്യൻസ് അല്ലെങ്കിൽ ഒരു ടെർമിനൽ ഇൽനെസ് ഉള്ള പേഷ്യൻസ് ഒക്കെ ഗോ ത്രൂ ചെയ്ത് പോകുന്നൊരു സിറ്റുവേഷനാണ് എൻഡ് ഓഫ് ലൈഫ് കെയർ എന്ന് പറയുന്നത്. അതിവിടെ NHS അല്ലെങ്കിൽ UK വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അവരുടെ ഒരു എൻഡ് ഓഫ് ലൈഫിലോട്ട് പോകുന്നത്. അപ്പോൾ ഓപ്ഷൻസ് എന്തൊക്കെയാണ് ഇവിടെ? ഡു നോട്ട് ഇനിഷ്യേറ്റ് റെസ്പിറേറ്ററി റീസസിറ്റേഷൻ, ആൻഡ് രണ്ടാമത്തെ ഓപ്ഷൻ ഡു നോട്ട് റൺ. മൂന്നാമത്തെ ഓപ്ഷൻ ഡു നോട്ട് ഇനിഷ്യേറ്റ് കാർഡിയോപൾമണറി റീസസിറ്റേഷൻ. ഡി, പ്രൊവൈഡ് കെയർ ആൻഡ് സേഫ്റ്റി. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ നിങ്ങൾ കാണുന്ന പോലെ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റഡ് പോയിന്റ് എന്ന് പറയുന്നത് എൻഡ് ഓഫ് ലൈഫ് കെയർ ആണ്, അല്ലെങ്കിൽ EOL എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറയുന്നത് എൻഡ് ഓഫ് ലൈഫ് കെയറിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന പേഷ്യൻറ്റ് അൺറെസ്പോൺസീവ് ആയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ നേഴ്സ് അവരുടെ റിലേറ്റീവ്സിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് പേഷ്യൻറ്റ് DNR ഫോം എങ്ങാനും ഫില്ല് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ചോദിക്കുന്നത് നമുക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ വാട്ട് ഡസ് ഷീ മീൻ, നേഴ്സ് എന്താണ് ഈ DNR ഫോം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ ഇത് ചോദിക്കുന്ന സമയത്ത് നമുക്ക് DNR എന്താണെന്നുള്ളൊരു അബ്രിവേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ എൻഡ് ഓഫ് ലൈഫ് കെയറിൽ എന്തുകൊണ്ട് DNR എന്നുള്ള കാര്യം നമ്മൾ പറയുന്നു, അല്ലെങ്കിൽ എൻഡ് ഓഫ് ലൈഫ് കെയർ എന്താണ്, ഇത് ഒരു പെയിൻ ഫ്രീ ആയിട്ട് ഡിസ്ട്രസ് ഫ്രീ ആയിട്ട് അവർക്കൊരു ഡിഗ്നിറ്റിയോട് കൂടി അവർക്ക് ഡെത്ത് ഉണ്ടാവുക അല്ലെങ്കിൽ ഡൈ വിത്ത് ഡിഗ്നിറ്റി എന്ന് നമ്മൾ പറയും എൻഡ് ഓഫ് ലൈഫ് കെയറിനകത്ത്. ഓക്കെ, DNR എന്ന് പറയുന്നത് ഡു നോട്ട് റീസസിറ്റേറ്റ്. ഓക്കെ, പേഷ്യൻറ്റിനെ റീസസിറ്റേറ്റ് ചെയ്യരുത്. അപ്പോൾ വളരെ കോമൺ ആയിട്ടുള്ള സംഭവമാണ്. എൻഡ് ഓഫ് ലൈഫ് കെയർ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ അറിയുന്നൊരു സംഭവമാണ്. എൻഡ് ഓഫ് ലൈഫ് കെയറിൽ അവർ ഡു നോട്ട് റീസസിറ്റേറ്റിൻ്റെ ഫോം സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് റീസസിറ്റേറ്റ് ചെയ്ത് വീണ്ടും നമ്മൾ അവരെ ലൈഫിലോട്ട് കൊണ്ടുവരരുത് എന്നുള്ളൊരു സംഭവത്തിൻ്റെ ഒരു ഫോമാണ് DNR ഫോം, ഡു നോട്ട് റീസസിറ്റേറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഫോം ആയിരിക്കും എൻഡ് ഓഫ് ലൈഫ് കെയറിൽ മിക്കവാറും അവർ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാകുക എന്തായാലും. ഓക്കെ, അപ്പോൾ അതാണ് നേഴ്സ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഫാമിലിയുടെ അടുത്ത് ചോദിക്കുന്നത് പേഷ്യൻ്റ് ഓൾറെഡി DNR ഫോം ഫില്ല് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം. ഈ ഓപ്ഷനിൽ നിന്ന് നമുക്കിപ്പോൾ ക്ലിയർ ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. കാര്യം എന്താ, ഡു നോട്ട് ഇനിഷ്യേറ്റ് റെസ്പിറേറ്ററി റീസസിറ്റേഷൻ. അപ്പോൾ DNRൻ്റെ ഫുൾ ഫോം തന്നെ ഡു നോട്ട് റീസസിറ്റേറ്റ് എന്നാണ്. അപ്പോൾ 6 നിങ്ങൾക്ക് അറിഞ്ഞൂടാ എന്നുണ്ടെങ്കിൽ, നിങ്ങൾ അതിൻ്റെ തിയറി പോർഷൻ പ്രോപ്പറായിട്ട് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തെറ്റിച്ച് ഡു നോട്ട് ഇനിഷ്യേറ്റ് റെസ്പിറേറ്ററി റീസസിറ്റേഷൻ എന്നുള്ള കാര്യം നിങ്ങൾ ചിലപ്പോൾ മാർക്ക് ചെയ്ത് വെക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ ഡു നോട്ട് റൺ, ഒരിക്കലും അല്ല. കാര്യം എന്താ, DNR എന്ന് പറയുമ്പോൾ ഡു നോട്ട് റൺ അല്ല, നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു. ദെൻ ഡു നോട്ട് ഇനിഷ്യേറ്റ് കാർഡിയോപൾമണറി റീസസിറ്റേഷൻ. അപ്പോൾ ഇവിടെ വരുന്നൊരു ഡൗട്ട് എന്ന് വെച്ചാൽ ഡു നോട്ട് റീസസിറ്റേറ്റ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് കാർഡിയോപൾമണറി റീസസിറ്റേഷനാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഓപ്ഷനിലോട്ട് പോകില്ല. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ക്ലിയർ ആയിട്ട് നമുക്ക് തന്നെ മനസ്സിലാക്കാം ഡു നോട്ട് ഇനിഷ്യേറ്റ് കാർഡിയോപൾമണറി റീസസിറ്റേഷൻ എന്നാണ് ആ ഒരു ആൻസർ വരിക. ഓക്കെ, നാലാമത്തെ ഓപ്ഷനിൽ എന്താണ്, പ്രൊവൈഡ് കെയർ ആൻഡ് സേഫ്റ്റി. അത് എന്തായാലും അല്ല DNR കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ആൻസർ എന്ന് പറയുന്നത് C ആണ്, ഡു നോട്ട് ഇനിഷ്യേറ്റ് CPR. അപ്പോൾ നമ്മൾ നീഡ് ടു അണ്ടർസ്റ്റാൻഡ് എന്താണ് EOL, എൻഡ് ഓഫ് ലൈഫ് കെയർ എന്താണെന്നും ആൻഡ് പാലിയേറ്റീവ് കെയർ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. പാലിയേറ്റീവ് കെയറിൽ നമ്മൾ നോർമലി ഹോളിസ്റ്റിക് അപ്രോച്ചൊക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഒരു ഓവറോൾ വ്യൂ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ EOL DNR എന്താണെന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കണം. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യനകത്ത് പറയുകയാണ് യു ആർ ഡ്രസ്സിംഗ് ദ വൂണ്ട് ഓഫ് എ പേഷ്യൻറ്റ് ഓൺ എ സർജിക്കൽ വാർഡ് ആൻഡ് ആർ റിക്വയർഡ് ടു ഡു സോ യൂസിങ് ദി അസെപ്റ്റിക് നോൺ ടച്ച് ടെക്നിക് അല്ലെങ്കിൽ ANTT എന്ന് പറയുന്നുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ഡെഫിനിഷൻ ഓഫ് അസെപ്സിസ്. അസെപ്സിസിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് നമ്മളൊരു പേഷ്യൻ്റെ വൂണ്ട് നമ്മൾ ഡ്രസ്സ് ചെയ്യുകയാണ്, സർജിക്കൽ വാർഡിലാണ് നമ്മൾ വൂണ്ട് ഡ്രസ്സിങ് ചെയ്യുന്നത്. ആൻഡ് ആർ റിക്വയർഡ് ടു ഡു
യൂസിങ് ദി അസെപ്റ്റിക് നോൺ ടച്ച് ടെക്നിക് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ഡെഫിനിഷൻ ഓഫ് അസെപ്സിസ് എന്നാണ് ക്ലിയർ ആയിട്ട് ചോദിക്കുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഫെമിലിയർ അല്ലാത്തൊരു വാക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ടെർമിനോളജി എന്ന് പറയുന്നത് ചിലപ്പോൾ എന്തായിരിക്കും, അസെപ്റ്റിക് നോൺ ടച്ച് ടെക്നിക് ആയിരിക്കും, ANTT. ഓക്കെ, ഇത് ഓസ്കിയിൽ തന്നെയും അല്ലെങ്കിൽ ഇവിടെ UK നമ്മൾ NHSലോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സെക്ടറിൽ വർക്ക് ചെയ്യുമ്പോഴോ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ANTT. അതായത് നിങ്ങളിപ്പോൾ ഒരു കാനലേഷൻ ചെയ്യുകയാണെങ്കിലും ഒരു വെന്യൂ പങ്ക്ചർ ചെയ്യുകയാണെങ്കിലും ഒരു ഡ്രസ്സിംഗ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിലും നമ്മളൊരു അസെപ്റ്റിക് ടെക്നിക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് നമ്മൾ ചെയ്യാനായിട്ട് അല്ലേ. അപ്പോൾ ആ ഒരു ടെക്നിക്കിനെ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന വേർഡാണ് അസെപ്റ്റിക് നോൺ ടച്ച് ടെക്നിക്ക് എന്ന് പറയും, ANTT. അപ്പോൾ ഇതിൻ്റെ സെയിം പ്രൊസീജിയേഴ്സ് നിങ്ങൾക്ക് ഒരു സ്കിൽ സ്റ്റേഷനായിട്ട് തന്നെ ഓസ്കിൽ വരെ നിങ്ങൾക്ക് ചെയ്യാനായിട്ടുണ്ട്, വൂണ്ട് ഡ്രസ്സിങ് എങ്ങനെ മാറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ച് പറഞ്ഞിട്ട് എന്താണ് താഴെ പറഞ്ഞിരിക്കുന്ന ഓപ്ഷനിൽ അസെപ്സിസിൻ്റെ മീനിങ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഓപ്ഷൻസിനകത്ത്. A, ഫ്രീ ഫ്രം ഓൾ മൈക്രോ ഓർഗാനിസംസ്. B, ആബ്സെൻസ് ഓഫ് സിസ്റ്റമിക് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് സിൻഡ്രോം അല്ലെങ്കിൽ SIRS ക്രൈറ്റീരിയ. ഫ്രീ ഫ്രം മാർക്സ് ആൻഡ് സ്റ്റെയിൻസ്. D, free from pathogenic organism in sufficient numbers to cause infection. Okay, സെപ്സിസ് എന്ന് പറയുമ്പോൾ തന്നെ സെപ്സിസ് ഇല്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഇല്ലാത്ത അവസ്ഥ. അപ്പോൾ ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ ഏതൊരു മൈക്രോ ഓർഗാനിസംസ് കോസ് ചെയ്യുന്ന ഒരു സംഭവമായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടാകരുത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഏത് ഈസി ആയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, ഫ്രീ ഫ്രം ഓൾ മൈക്രോ ഓർഗാനിസം. അല്ലാതെ ഒരു പെർട്ടിക്കുലർ ഓർഗാനിസമോ പെർട്ടിക്കുലർ ഇൻഫെക്ഷനോ മാത്രം എന്നുള്ളതല്ല. അസെപ്സിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് മൊത്തത്തിൽ. ഓക്കെ, സെപ്സിസ് ഇല്ലാത്ത അവസ്ഥേനെയാണ് അസെപ്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു അസെപ്സിസ് എന്ന് പറയുമ്പോൾ ഫ്രീ ഫ്രം ഓൾ മൈക്രോ ഓർഗാനിസംസ് ആയിരിക്കണം എന്തായാലും. ഓക്കെ, CBT എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി നിങ്ങളുടെ ഓസ്കിലോട്ടും കൂടെ കണക്റ്റഡ് ആണ്, മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇതെല്ലാം അറിഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾ ഈവൻ ഒരു ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്താണെങ്കിൽ പോലും ഒരുപാട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്തായാലും. ഓക്കെ, അതുപോലെ തന്നെ ബാക്കിയുള്ള ഓപ്ഷൻസ് നിങ്ങൾ നോക്കിയാൽ കാണാം, ബിയും ബാക്കിയുള്ള ഓപ്ഷൻസും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. കാര്യം എന്താ, ബാക്കി എല്ലാത്തിലും തന്നെ ഫ്രീ ഫ്രം പറയുന്നുണ്ട്, പക്ഷേ ബിക്കകത്താണെങ്കിൽ SIRSൻ്റെ കാര്യം മാത്രമായിട്ട് എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ള കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക. കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാം. ഓക്കെ, ഇനി SIRS കാര്യം അസെപ്റ്റിക് ANTT എന്നൊക്കെ പറയുന്നുണ്ട്, ഇനി SIRSനെ പറ്റിയിട്ടായിരിക്കും മിക്കവാറും പറയുന്നത് എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഉണ്ട്. അപ്പോൾ SIRS എന്താണെന്ന് അറിഞ്ഞാൽ അത് നിങ്ങൾക്ക് അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, മനസ്സിലായോ? ഓക്കെ, അതും കൂടെ ശ്രദ്ധിക്കുക. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. മിക്കവാറും ഉള്ള CBT ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻസിനകത്ത് വന്നിട്ടുണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസിലെല്ലാം തന്നെ ഏതെങ്കിലും 2-3 ഓപ്ഷൻസ് നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ ഭയങ്കര ടഫായിരിക്കും, കൺഫ്യൂസിംഗ് ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ A ആണ്, ഫ്രീ ഫ്രം ഓൾ മൈക്രോ ഓർഗാനിസം. ഓക്കെ, ഇനി നമുക്കിപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഡെലിഗേഷൻ എന്ന് പറയുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ ഡെലിഗേഷൻ എന്ന് പറയുന്ന ഒരു ടാസ്ക് നഴ്സസിൻ്റെ റോൾസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ടാസ്ക് ആണ് ഡെലിഗേഷൻ. ഡെലിഗേഷൻ എന്ന് പറയുന്നത് ഒരു നഴ്സിന് അവരുടെ വർക്ക് ചിലപ്പോൾ ഒരു ഓവർലോഡഡ് ആയിട്ട് വർക്ക് വരാം, ചിലപ്പോൾ തിരക്കായിരിക്കാം. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ടാസ്കിൽ ഡെലിഗേറ്റ് ചെയ്ത് മറ്റൊരാൾക്ക് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കൂടെ ഒരു ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ് വർക്ക് ചെയ്യണമെന്ന് വെച്ചോ, നമ്മൾ ഭയങ്കര തിരക്കാണ്, നമുക്ക് മെഡിസിൻസ് പോയി കൊടുക്കണം എങ്കിൽ നമുക്ക് ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ് നമുക്ക് പറയാം, ഈ ഒരു ഒബ്സർവേഷൻ പേഷ്യൻ്റ് ഒബ്സർവേഷൻ ഒന്ന് പോയി ചെയ്യാവോ. ഇവിടെ ഹെൽത്ത് കെയർ അസിസ്റ്റൻസിന് ഒബ്സർവേഷൻസ് എടുക്കാം പേഷ്യൻ്റെ. ഓക്കെ, അപ്പോൾ അവർക്ക് നമ്മൾ ആ ഒരു ടാസ്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ കംപ്ലീറ്റ് അക്കൗണ്ടബിലിറ്റി ആ ഒരു നഴ്സിനായിരിക്കും. ഓക്കെ, അല്ലാതെ ടാസ്ക് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അവർക്ക് നമ്മൾ റെസ്പോൺസിബിലിറ്റിയും കൊടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ പറയുന്നുണ്ട് യു ക്യാൻ ഡെലിഗേറ്റ് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ടു എ സ്റ്റുഡൻറ്റ് ഇഫ്. അപ്പോൾ നിങ്ങൾക്ക് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ഒരു സ്റ്റുഡൻറ്റിന് ചെയ്യാനായിട്ട് ഡെലിഗേറ്റ് ചെയ്യാം, ഇഫ് എപ്പോൾ എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു സ്റ്റുഡൻറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു സ്റ്റുഡൻറ്റ് നേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഒരു രജിസ്റ്റേർഡ് നേഴ്സ് സൂപ്പർവൈസ് ചെയ്യും, അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റ് നേഴ്സിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അവരുടെ പ്ലേസ്മെൻറ്റിൻ്റെ സമയത്ത് എന്നുള്ള കാര്യങ്ങളും ഈ ഒരു ഡെലിഗേഷൻ്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് അറിയാമോ എന്ന് നോക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എന്തൊക്കെയാണ് സ്റ്റുഡൻറ്റ് എന്നുള്ള കാര്യം ചോദിക്കുകയാണ്. ഇഫ് ദ സ്റ്റുഡൻറ്റ് വാസ് അസസ്ഡ് ആസ് കോമ്പീറ്റൻറ്റ്, ഓൺലി അണ്ടർ, രണ്ടാമത്തെ ഓപ്ഷൻ only under close direct supervision. 3, the patient has only oral medication, none of the above. ഇപ്പോൾ ഓരോ ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത് പറയുന്നത് ഇഫ് ദ സ്റ്റുഡൻറ്റ് വാസ് അസസ്ഡ് ആസ് കോമ്പീറ്റൻറ്റ്. അപ്പോൾ സ്റ്റുഡൻറ്റ് കോമ്പീറ്റൻ്റ് ആണെന്ന് അസസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത് ഫസ്റ്റ് ഓപ്ഷനിൽ. ഓക്കെ, ഇപ്പോൾ നിങ്ങളത് ആലോചിച്ച് നോക്കുക. രണ്ടാമത്തെ ഓപ്ഷനിൽ പറയുകയാണ് ദ only under close direct supervision. നമുക്ക് എപ്പോൾ ഡെലിഗേറ്റ് ചെയ്യാം, ഓൺലി അണ്ടർ ക്ലോസ് ആൻഡ് ഡയറക്റ്റ് സൂപ്പർവിഷൻ. നമ്മൾ ഡയറക്റ്റായിട്ട് അവരുടെ കൂടെ കംപ്ലീറ്റ് ആയിട്ട് നിന്ന് സൂപ്പർവൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡെലിഗേറ്റ് ചെയ്യാം. അതാണോ ഒരു ഡൗട്ട് ഉണ്ട് അല്ലേ? മൂന്നാമത്തെ ഓപ്ഷനിൽ എന്താ പറയുന്നത്, ദ പേഷ്യൻ്റ് ഹാസ് ഓൺലി ഓറൽ മെഡിക്കേഷൻ. പേഷ്യൻറ്റിന് IV മെഡിക്കേഷൻസ് ഒന്നുമില്ല, ഓറൽ മെഡിക്കേഷൻസ് ഉണ്ടെങ്കിൽ സ്റ്റുഡൻറ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാം. അവർക്ക് എന്ത് വേണം പേഷ്യൻറ്റിന് കൊടുക്കാം ഓറലി ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അതായിരിക്കുമോ? ദെൻ നാലാമത്തെ ഓപ്ഷൻ നൺ ഓഫ് ദി അബവ്. ഇതൊന്നുമല്ല, സ്റ്റുഡൻറ്റ് നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാനേ പറ്റില്ല. ഓക്കെ,
അപ്പോൾ ഇവിടെ ആ ഡെലിഗേറ്റ് എന്നുള്ളൊരു വാക്കിൻ്റെ മീനിങ്, അതുപോലെ ഒരു സ്റ്റുഡൻറ്റ് നഴ്സിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും അവരുടെ പ്ലേസ്മെൻറ്റ് സമയത്ത് എന്നുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും ഈ ഒരു ആൻസർ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഇവിടെ ക്ലിയർ ആയിട്ട് വരുന്നൊരു ആൻസർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്റ്റുഡൻറ്റ് നഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എത്ര കോമ്പിറ്റൻസി ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു കംപ്ലീറ്റ്ലി അണ്ടർ ക്ലോസ്ഡ് സൂപ്പർവിഷനിൽ മാത്രമേ അവർക്ക് മെഡിക്കേഷൻസ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏതായിരിക്കും നമ്മുടെ ഓപ്ഷൻ? എന്തായാലും ഓപ്ഷൻ നമ്പർ 2 അല്ലെങ്കിൽ ഓപ്ഷൻ നമ്പർ ബി, ഓൺലി അണ്ടർ ക്ലോസ് അല്ലെങ്കിൽ ഡയറക്റ്റ് സൂപ്പർവിഷൻ എന്നുള്ളൊരു കാര്യമായിരിക്കും വരിക. ഇനി അവർ ഏതൊക്കെ രീതിയിൽ കോമ്പീറ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ പോലും നമുക്കൊരിക്കലും അണ്ടർ സൂപ്പർവിഷൻ ഇല്ലാതെ അവരെ നമുക്ക് ഒറ്റയ്ക്ക് വിടാനായിട്ട് സാധിക്കില്ല. പിന്നെ എന്തായാലും പേഷ്യൻ്റ് ഓറൽ മെഡിക്കേഷൻ മാത്രം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സ്റ്റുഡൻറ്റിനെ കൊടുത്തു വിടാനായിട്ട് പറ്റില്ല. ഇറ്റ് നീഡ് ടു ബി അണ്ടർ ക്ലോസ് സൂപ്പർവിഷൻ. സോ ഇതിൻ്റെ റാഷണൽ എന്ന് പറയുമ്പോൾ വെൻ ഡെലിഗേറ്റിംഗ് ടാസ്ക് ടു സ്റ്റുഡൻസ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു എൻഷുർ ദാറ്റ് ദ സ്റ്റുഡൻറ്റ് ഈസ് കോമ്പീറ്റൻറ്റ് ടു പെർഫോം ദ ടാസ്ക് ആൻഡ് ദേ ഹാവ് ദ നെസസറി സപ്പോർട്ട് ആൻഡ് റിസോഴ്സസ്. The delegated should also be available to provide the level of supervision required. നമ്മളിപ്പോൾ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യനിലോട്ട്. നാലാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത് വെൻ യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദി ആക്സെൻറ്റ് ഓഫ് യുവർ പേഷ്യൻറ്റ് വാട്ട് വിൽ യു ഡു? ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ ചിലപ്പോൾ ഫസ്റ്റ് ടൈം UK വന്നു കഴിയുമ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് മിക്കവാറും ആക്സെൻറ്റിലായിരിക്കും. ഈവൻ നിങ്ങളുടെ OET സ്പീക്കിങ്ങിനാണെന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യാറുണ്ട്. കാര്യം ഇവിടെ UK ഒരുപാട് കുട്ടികൾ നമ്മുടെ അടുത്ത് OETയുടെ ക്ലാസ്സസും എല്ലാം എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നേറ്റീവ് ആയിട്ടുള്ള ഇംഗ്ലീഷ് സ്പീക്കറിൻ്റെ ആക്സെൻറ്റ് കേൾക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇവൻ ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും ഇപ്പം വെയിൽസിൻ്റെ വെൽഷ് ആയിട്ടുള്ള ലാംഗ്വേജ് ആവട്ടെ അല്ലെങ്കിൽ സ്കോട്ടിഷ് ലാംഗ്വേജ് ആവട്ടെ ഭയങ്കര ഡിഫറൻസസ് ഉണ്ടായിരിക്കും. പല കൺട്രി സൈഡിലോട്ട് പോകുന്നതിനനുസരിച്ചാണെങ്കിൽ തന്നെയും ഇംഗ്ലീഷിൻ്റെ അവരുടെ ലാംഗ്വേജ് അല്ലെങ്കിൽ അവരുടെ ആക്സെൻറ്റിനകത്ത് ഒരുപാട് വ്യത്യാസം വരും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ചോദിക്കുന്ന ക്ലിയർ കാര്യം നിങ്ങളുടെ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ CBTയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ നാട്ടിൽ ചെയ്തിട്ടുള്ള നിങ്ങളുടെ പ്രാക്ടീസോ കാര്യങ്ങളോ, ഇനിയിപ്പോൾ നിങ്ങൾ മിഡിൽ ഈസ്റ്റിലാണെങ്കിലും അവിടുത്തെ ഒന്നും പ്രാക്ടീസ് അല്ല ഇവിടെ വേണ്ടത്, അല്ലെങ്കിൽ ഇതിനകത്തുള്ള ആൻസേഴ്സ് ആയിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടത് NMCയുടെ കോഡ് ആൻഡ് കണ്ടക്റ്റിനകത്തുള്ള ഇവിടുത്തെ പബ്ലിക് പേഷ്യൻ്റ് സേഫ്റ്റിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കുക എന്നാണ് അവർക്ക് അറിയേണ്ടത്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് റൈറ്റ് വാട്ട് എവർ യു ഹിയർ. നിങ്ങൾ കേട്ട കാര്യം എന്താണ് അത് എഴുതി വെക്കുക, അതാണ് നിങ്ങൾ ചെയ്യാം. Then B, assume what patient has said. അവർ പറഞ്ഞത് മേ ബി അതായിരിക്കാം. ഓക്കെ, ഇപ്പോൾ പേഷ്യൻ്റ് പറഞ്ഞത് അങ്ങനെ ആയിരിക്കാം. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ എന്താ? സീക്ക് ക്ലാരിഫിക്കേഷൻ ഫ്രം പേഷ്യൻ്റ്. പേഷ്യൻ്റെ അടുത്ത് തന്നെ ക്ലാരിഫിക്കേഷൻ ചോദിക്കുക. നിങ്ങൾ എന്താണ് പറഞ്ഞത്, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായില്ല, നിങ്ങൾ പറഞ്ഞത് എന്താണെന്ന് ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാവോ? ഓക്കെ, കുഡ് യു പ്ലീസ് റിപ്പീറ്റ് ദാറ്റ് അഗെയിൻ, ഐ കുഡ്ന്റ് അണ്ടർസ്റ്റാൻഡ്, കുഡ് യു കൈൻഡ്ലി റിപ്പീറ്റ് ദാറ്റ് അഗെയിൻ ഫോർ മീ, അല്ലെങ്കിൽ പാർഡൻ, കുഡ് യു പ്ലീസ് റിപ്പീറ്റ് ദാറ്റ് അഗെയിൻ ഫോർ മീ എന്നുള്ളതായിട്ട് നമുക്ക് ചോദിക്കാം. അങ്ങനെയാണോ? ഇനി അതോ ആസ് ടു പേഷ്യൻ്റ് റിലേറ്റീവ്. ഓക്കെ, പേഷ്യൻ്റെ റിലേറ്റീവിന് അടുത്തുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. ഇതിനകത്ത് പറയുന്നതാണ് എന്താ, ഇയാൾ എന്താണ് പറഞ്ഞത്, നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചോദിക്കുമോ എന്നാണ് ചോദിക്കുന്ന 4 ഓപ്ഷൻസ്. ഓക്കെ, നമ്മൾ പേഷ്യൻസിൻ്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ബീങ് ഓപ്പൺ ആൻഡ് ഓണസ്റ്റ്, ആ ഒരു വാക്കാണ് അവിടെ മെയിനായിട്ട് വരിക. നിങ്ങൾ എന്ത് ചെയ്യും? ഓപ്പണായിട്ട് ഓണസ്റ്റായിട്ട് നിങ്ങൾ പേഷ്യൻ്റെ അടുത്തൊരു സോറി, ഐ എം റിയലി സോറി, ഐ കുഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ഹാവ് സെഡ്, കുഡ് യു പ്ലീസ് റിപ്പീറ്റ് ദാറ്റ് അഗെയിൻ എന്നൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചു കഴിയുമ്പോൾ അവർ വീണ്ടും തിരിച്ചു പറഞ്ഞു തരും. അപ്പോൾ അതിൻ്റെ ഒരു മീനിങ് എന്താ, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഏതുമായിട്ട് സാമ്യമുണ്ട്? ക്ലാരിഫിക്കേഷൻ ഫ്രം പേഷ്യൻ്റ് ആണ്. ദിസ് റിഫ്ലക്ട്സ്, എന്താ റിഫ്ലക്ട് ചെയ്യുന്ന യുവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആൻഡ് റീഅഷ്വറൻസ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ, കാര്യം എന്താ, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു 2-way പ്രോസസ്സാണ്. യു ആർ എ ഗുഡ് ലിസണർ ആൻഡ് യു ആർ എ ഗുഡ് സ്പീക്കർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അതിന് പേഷ്യൻ്റ് ആവട്ടെ സ്റ്റാഫ് ആവട്ടെ എല്ലായിടത്തും തന്നെ എന്ത് ചെയ്യുക, നിങ്ങളത് ക്ലാരിഫൈ ചെയ്യുക. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ്, ഈ 4 ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. കാര്യം ഒരുപാട് കാര്യങ്ങളിൽ തന്നെ ചേഞ്ച് വന്നിട്ടുണ്ട്. പല ക്വസ്റ്റ്യൻസും മാറിയാണ് വരുന്നത്. കാര്യം ഒരുപാട് കുട്ടികൾ നമ്മളടുത്ത് മെസ്സേജ് അയച്ചും പഴയ വീഡിയോസ് CBTയുടെ വീഡിയോസ് കണ്ടിട്ടും ചോദിക്കും, സാർ ഇതിനകത്ത് ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ടോ ഇത്രയും ക്വസ്റ്റ്യൻസ്. കാര്യം നമ്മുടെ CBTയുടെ ഗ്രൂപ്പിലാണെങ്കിൽ നമ്മൾ മെറ്റീരിയൽസ് ഷെയർ ചെയ്യും, പക്ഷേ അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് വെറുതെ നിങ്ങൾ കാണാതെ പഠിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, നമുക്ക് ഡെയിലി 20 to 25 സ്റ്റുഡൻസ് അടുപ്പിച്ച് CBT എക്സാം പാസ്സാവുന്നുണ്ട് ഡെയിലി. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് അവർക്ക് 1-to-1 ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ക്ലാസ്സസ്, അവരുടെ മെൻറ്റേഴ്സ്, നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്ന ടീച്ചേഴ്സ്, നമ്മുടെ ഒത്തൻറ്റിക് ആയിട്ടുള്ള CBT മെറ്റീരിയൽസ് വെച്ചിട്ടാണ് അവർ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നത്, ഇൻക്ലൂഡിങ് തിയറി നോട്ട്സ് അടക്കം ഓരോ ദിവസത്തെ ക്ലാസ്സിൻ്റെയും നമ്മൾ പ്രോപ്പറായിട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു 1 hour ക്ലാസ്സസ് പഠിക്കുന്ന സമയത്ത് തന്നെ ഓരോന്നിനും ഒരു പ്രോപ്പർ കരിക്കുലം വെച്ച് നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഓരോ തിയറി പോർഷൻസ് ഇതുപോലെ കവർ ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ ആ ഓരോ ഡേയിലെ 1 hour ക്ലാസ്സിനകത്ത് ആ തിയറി പോർഷൻസും അതിനകത്ത് വരാനുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുമ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ ഇനി കറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതിനിപ്പോൾ നിങ്ങളൊരു 1-to-1 ആയിട്ടുള്ള സെഷൻസ് ഞാൻ നോർമലി എടുക്കാൻ പറയും, നിങ്ങൾ അത്രയും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കൊരു ക്ലിനിക്കൽ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കുറവാണ്, നിങ്ങൾക്ക് ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടണമെങ്കിൽ മാത്രം നിങ്ങൾ അത് ചെയ്താൽ മതി. ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് സെൽഫ് പ്രിപ്പയർ
പ്രിപ്പയർ ചെയ്യാൻ ടൈം ഉണ്ടെങ്കിൽ നമ്മുടെ റെക്കോർഡഡ് വീഡിയോസ് മാത്രം നിങ്ങൾ എടുത്താൽ മതിയായിരിക്കും. കാര്യം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ഓത്തൻറ്റിക് മെറ്റീരിയൽസ് നിങ്ങൾക്ക് അയച്ചു തരുമ്പോൾ റെക്കോർഡ് വീഡിയോസിൽ എക്സാക്ട്ലി എങ്ങനെയാണ് നമ്മൾ ഈ ഓരോ ദിവസത്തെയും ക്ലാസ്സസ് 1:1 ആയിട്ട് പഠിപ്പിക്കുന്നത്, അതുപോലത്തെ തന്നെ വീഡിയോസ് നിങ്ങളുടെ ഇമെയിലോട്ട് ഞങ്ങൾ അയച്ചു തരും. ഓക്കെ, അത് നിങ്ങൾക്ക് ആക്സസ് ചെയ്ത് എപ്പോൾ വേണമെങ്കിലും അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് കണ്ട് പ്രാക്ടീസ് ചെയ്യാൻ പഠിക്കാം. അപ്പോൾ ആ ഓരോ ക്ലാസ്സസും 1 hour സെഷൻസിൻ്റെ വീഡിയോ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ആ 12 days എങ്ങനെയാണോ നമ്മൾ നോർമലി 1-to-1 ക്ലാസ്സസ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, അതുപോലെ ഇൻഡിവിജ്വൽ വീഡിയോസായിട്ട് നിങ്ങൾക്ക് ഓരോ ദിവസത്തെ ക്ലാസ്സും കണ്ട് പഠിക്കാം. ഓക്കെ, അത് മോർ ദാൻ ഇനഫ് ആയിരിക്കും നിങ്ങൾക്ക് പഠിക്കാൻ സമയമുണ്ടെങ്കിൽ. ഇനി നിങ്ങൾക്കതില്ല, നിങ്ങൾ ഫസ്റ്റത്തെ എക്സാം നിങ്ങൾ ഓൾറെഡി സെൽഫായിട്ട് അറ്റംപ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഫെയിൽ ആയിപ്പോയെന്ന് വെച്ചോ, രണ്ടാമത് നിങ്ങളൊരു ചാൻസ് എടുക്കാൻ നിൽക്കരുത്. ഇനി നിങ്ങൾ രണ്ടാമത്തെ എക്സാംസും നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്ത് ഫെയിൽ ആയിപ്പോയെന്ന് വെച്ചോ, എങ്കിൽ മൂന്നാമതൊരു ചാൻസ് എടുക്കാനായിട്ട് നിൽക്കരുത്. ഉറപ്പായിട്ട് ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ തന്നെ നിങ്ങൾ സീക്കുക. ഓക്കെ, അതേസമയം നിങ്ങൾ ഫസ്റ്റായിട്ട് എഴുതാൻ പോകുന്ന ഒരാളാണ്, നിങ്ങൾക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ റെക്കോർഡ് സെഷൻ പ്ലസ് നമ്മുടെ മെറ്റീരിയൽസും അതുപോലെ നമ്മൾ ഡെയിലി ഡിസ്കഷൻ ഗ്രൂപ്പിനകത്ത് നമ്മൾ ഡിസ്കഷൻ ഉണ്ട്. എല്ലാ ദിവസവും 2 to 3 ക്വസ്റ്റ്യൻസ് ഡിസ്കഷനും ഉണ്ട്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എടുത്തു കഴിഞ്ഞാൽ മോർ ദാൻ ഇനഫ് ആണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ നിങ്ങൾക്ക് CBT ക്രാക്ക് ചെയ്യാൻ പറ്റും. കാര്യം ഈ ഒരു അപ്ഡേറ്റഡ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പം ഒരുപാട് ഫെയിലിയർ റേറ്റ് വരുന്നത് CBTക്കകത്ത്. നിങ്ങൾക്ക് നന്നായിട്ട് അറിയായിരിക്കും, നിങ്ങളുടെ തന്നെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങൾക്കോ തന്നെ അനുഭവം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസ് യൂട്യൂബിനകത്ത് പഴയത് ഇട്ടിട്ടുണ്ട്. പക്ഷേ അതെല്ലാം കണ്ടിട്ട് നിങ്ങൾക്കൊരു ഫർദർ അസിസ്റ്റൻസ് വേണം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ 1-to-1 ഇൻഡിവിജ്വൽ 12 daysൻ്റെ CBT ക്രാഷ് കോഴ്സോ അല്ലെങ്കിൽ 12 daysൻ്റെ ഇൻറ്റൻസീവ് ആയിട്ടുള്ള റെക്കോർഡഡ് വീഡിയോസ് പ്ലസ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് ആക്സസ് ചെയ്ത് നന്നായിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് എന്തായാലും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ 5ാമത്തെ ക്വസ്റ്റ്യനിലോട്ടാണ്. 5th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് പറഞ്ഞിരിക്കുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്രെയിംവർക്ക് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ഏരിയാസ് ഓഫ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു പോർഷൻ, ഈ ഒരു അബ്രിവേഷൻ നിങ്ങൾ കാണുമ്പോൾ എന്താണ് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി നിങ്ങൾ എവിടെയെങ്കിലും ഒരു പരിചയം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഒന്നും ആൻസർ ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും മനസ്സിലായോ? ഓക്കെ, ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഏരിയാസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് താഴെ പറഞ്ഞിരിക്കുന്ന ഫ്രെയിം വർക്ക്സിൽ ഏതാണ് യൂസ് ചെയ്യുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് പറയുന്ന ഫസ്റ്റ് ഓപ്ഷൻ സ്ലോട്ട് ആണോ, അതോ സ്നോട്ട് ആണോ, സ്വോൺ ആണോ, SWON ആണോ, ഇനി സ്വോട്ട് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് ആണ്. ഓക്കെ, എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ എന്താണ് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ബാക്കിയുള്ളതൊക്കെ മിസ്റ്റേക്ക് ആണോ എന്നുള്ള കാര്യങ്ങൾ അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ നമ്പർ 4 ആണ്, സ്വോട്ട് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്വോട്ട് അല്ലെങ്കിൽ ആ ഒരു മെത്തേഡ് എന്താണെന്നുള്ള കാര്യം പ്രോപ്പറായിട്ട് ഒരു അബ്രിവേഷൻ എക്സ്പാൻഡഡ് വേർഷൻ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഏരിയാസ് ഓഫ് ഡെവലപ്മെൻറ്റ് നോക്കാനായിട്ട് ഏത് ഫ്രെയിം വർക്ക് ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാര്യം അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള എല്ലാം തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്യാം. എന്തായാലും ബാക്കിയുള്ളത് എന്തൊക്കെയാണെന്നുള്ള കാര്യം കൂടി നിങ്ങൾ നോക്കുക, ഓരോന്നും എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അപ്പം SWOT എന്ന് വെച്ചാൽ എന്താണ്? S സ്റ്റാൻഡ്സ് ഫോർ സ്ട്രെങ്ത് ആണ്, W എന്ന് പറയുന്നത് വീക്ക്നെസ് ആണ്, O ഫോർ ഓപ്പർച്യൂണിറ്റി ആൻഡ് T എന്ന് പറയുന്ന ത്രെറ്റ് ആണ്. അപ്പം ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഏരിയാസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഫ്രെയിം വർക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏരിയാസ് ഓഫ് ഡെവലപ്മെൻറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം? അവരുടെ സ്ട്രെങ്ത് എന്താണെന്ന് അറിഞ്ഞിരിക്കണം, ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം, ആൻഡ് ത്രെറ്റ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഉറപ്പായിട്ടും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എന്താണ് SWOT അനാലിസിസ് എന്നുള്ള കാര്യം. അപ്പോൾ SWOT അനാലിസിസ് ഈസ് എ സ്ട്രാറ്റജിക് പ്ലാനിംഗ് ഫ്രെയിം വർക്ക് that helps healthcare organizations analyze their strength, weaknesses, opportunities and threats. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. അപ്പോൾ ഇതിനെപ്പറ്റി SWOT എന്താണെന്നുള്ള കാര്യം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കി വെക്കുക. ഈ ഒരു കാര്യം തന്നെയാണ് ഇപ്പം നിങ്ങളിത് മനസ്സിലാക്കി വെച്ചിട്ടുള്ള ഒരു ഏരിയ ഓഫ് ഡെവലപ്മെൻറ്റ് ഇമ്പ്രൂവ് ചെയ്യാനും അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സെക്ടേഴ്സ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇമ്പ്രൂവ് ചെയ്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന അനലിറ്റിക്കൽ ടെക്നിക്ക് അല്ലെങ്കിൽ മെത്തേഡാണ് എന്ന് പറയുന്നത് SWOT എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി 6ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 6 ചോദിച്ചിരിക്കുന്നത് ഹൗ ഡു യു പ്രൊവൈഡ് സപ്പോർട്ട് ഫോർ എ 16-year-old പേഷ്യൻറ്റ് ഓക്കെ ടു റെഡ്യൂസ് ആങ്സൈറ്റി ഡ്യൂറിങ് ഫിസിക്കൽ എക്സാമിനേഷൻ. അപ്പോൾ ഒരു 16-year-old പേഷ്യൻ്റ് ആണ് നമ്മുടെ അടുത്തുള്ളത്. അപ്പോൾ 16 year എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു ഏജ് ഗ്രൂപ്പ്, അഡൾട്ട് ഏജ് ഗ്രൂപ്പും ചിൽഡ്രൻസിൻ്റെ ഏജ് ഗ്രൂപ്പും, കാര്യം നമ്മുടെ നാട്ടിൽ എന്ന് പറയുമ്പോൾ 18 years എപ്പോൾ നമ്മുടെ അഡൾട്ട് കാറ്റഗറിയിൽ വരുന്നത് അല്ലേ, അതിൽ താഴേക്ക് വരുന്ന എല്ലാം തന്നെ ചിൽഡ്രൻസ് കാറ്റഗറിയിലായിരിക്കും. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് തന്നെ 16 years ഓർ എബോവ് എന്ന് പറയുന്നത് ഇവിടെ അഡൾട്ട് കാറ്റഗറിയിലാണ് വരുന്നത്. അവർക്ക് ഇൻഡിപെൻഡൻറ്റ് ഡിസിഷൻസും കാര്യങ്ങളെല്ലാം മേക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൈൻഡിൽ കൂടെ പോകണം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് അറിയില്ല എന്നുണ്ടെങ്കിൽ 16 വയസ്സാണല്ലോ അപ്പം ചിൽഡ്രൻ ആണ്, അഡൾട്ട് അല്ല എന്നുള്ള രീതിയിലോട്ട് ചിലപ്പോൾ നിങ്ങൾ കാറ്റഗറൈസ് ചെയ്യും. അത് അറിയില്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് പിന്നെ വർക്ക് ചെയ്യാനായിട്ട് പോവുക എന്തായാലും. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഈ ഒരു 16 വയസ്സായിട്ടുള്ള ഒരു പേഷ്യൻറ്റിൻ്റെ ഫിസിക്കൽ എക്സാമിനേഷൻ്റെ സമയത്ത് ഉണ്ടാകുന്ന ആങ്സൈറ്റി കുറയ്ക്കാനായിട്ട് ഹൗ വുഡ് യു പ്രൊവൈഡ് സപ്പോർട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻസിനകത്ത് പറയുന്നത് പ്രൊവൈഡ് പ്രൈവസി ആൻഡ് ഡിഗ്നിറ്റി, ഓപ്ഷൻ നമ്പർ A പ്രൈവസി ഡിഗ്നിറ്റി നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. ഇനി അതാണോ അതോ B റിമൈൻ വിത്ത് ദ പേഷ്യൻറ്റ് ആൻഡ് പ്രൊവൈഡ് സപ്പോർട്ട്, പേഷ്യൻ്റെ കൂടെ തന്നെ നിൽക്കുക, അവർക്ക് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക, അങ്ങനെയാണോ നിങ്ങൾ ചെയ്യുക. ഇനി C ഡു നോട്ട് ഇൻ്റർവീൻ ആൻഡ് ഇൻ്റർവീൻ ഓൺലി വെൻ ദ ഡോക്ടർ ടെൽസ് യു, ഒന്നും ചെയ്യാനായിട്ട് നിങ്ങൾ പോരുത്, ഡോക്ടർ എന്ത് പറയുന്നോ അല്ലെങ്കിൽ എപ്പോൾ പറയുന്നോ അപ്പോൾ മാത്രം എന്തെങ്കിലും ചെയ്യുക, അതാണോ നിങ്ങൾ ചെയ്യുക.
ഇനി ഡി, സ്പീക്ക് ടു ദ ഫാമിലി. 16 വയസ്സായതുകൊണ്ട് തന്നെ ഇവിടെയാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുക. കാര്യം എന്താ, ചിൽഡ്രൻ ആണ് നിങ്ങൾ, അല്ലെങ്കിൽ കുഞ്ഞാണ് എന്ന് വിചാരിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്താ, ആ പേഷ്യൻറ്റിന് കൺസെൻറ്റ് ചെയ്യാനോ കാര്യങ്ങളൊന്നും പറ്റില്ല. ബിക്കോസ് യങ് ഏജ് അല്ലേ. അപ്പോൾ നിങ്ങൾ പേഷ്യൻറ്റിൻ്റെ ഫാമിലിയായിട്ട് നിങ്ങൾ സംസാരിക്കേണ്ടി വരുമോ, അപ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകും നിങ്ങളുടെ ആൻസറിനകത്ത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുകയാണ് 16 or above അഡൾട്ട് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാനും പറ്റും എന്തായാലും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായിരിക്കും ഇതെല്ലാം വായിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ ആൻസർ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? ഇവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എന്താ, പേഷ്യൻറ്റിൻ്റെ ആങ്സൈറ്റി മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ, ക്ലിയർ ആയിട്ട്. അപ്പോൾ അവിടെ നിങ്ങൾ ഇവിടെ കോൺട്രഡിക്ടറി ആയിട്ട് വരുന്ന ഓപ്ഷൻസ് മേ ബി ഓക്കെ പ്രൈവസി ആൻഡ് ഡിഗ്നിറ്റി ആയിരിക്കുമോ, പ്രൊവൈഡ് പ്രൈവസി ആൻഡ് ഡിഗ്നിറ്റി ആണോ, അതോ പേഷ്യൻ്റെ കൂടെ തന്നെ നമ്മൾ നിന്ന് സപ്പോർട്ട് ചെയ്യണം എന്നാണോ. അപ്പോൾ ഇവിടെ ആങ്സൈറ്റി എന്നുള്ളൊരു, അത് റെഡ്യൂസ് ആങ്സൈറ്റി എന്നുള്ളൊരു ടെർമിനോളജി അവിടെ വന്നിട്ടുണ്ട്. അല്ലാതെ പേഷ്യൻ്റെ പ്രൈവസി ഇഷ്യൂസോ പ്രോബ്ലംസോ അങ്ങനെ എന്തെങ്കിലും ആണെന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ അവിടെ മെൻഷൻഡ് അല്ല. അപ്പോൾ ആ ഒരു റെഡ്യൂസ് ആങ്സൈറ്റി എന്നുള്ളൊരു ടേം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഈ പ്രൈവസി ആൻഡ് ഡിഗ്നിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുള്ള സംഭവത്തിൽ, കാര്യം പ്രൈവസി ഡിഗ്നിറ്റി പ്രൊവൈഡ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഫിസിക്കൽ എക്സാമിനേഷൻ പേഷ്യൻറ്റിന് ചെയ്യാറുള്ളൂ എന്തായാലും. ഓക്കെ, അപ്പോൾ ആ ഒരു ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം, കാര്യം അങ്ങനെ ഒരു ഫാക്ടർ അവിടെ വന്നിട്ടേ ഇല്ല എന്തായാലും. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ, പേഷ്യൻറ്റിന് ആങ്സൈറ്റി കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പേഷ്യൻ്റെ കൂടെ നിന്നിട്ട് തന്നെ പേഷ്യൻ്റ് എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഒരിടത്തും പേഷ്യൻ്റ് ഇതൊന്നും മാറാതെ അവരുടെ കൂടെ തന്നെ നമ്മൾ നിൽക്കുക. ദെൻ അതിനുശേഷം അതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഫിസിക്കൽ എക്സാമിനേഷനും കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടക്ട് ചെയ്യാൻ, അവരുടെ സ്ട്രെസ് ഒന്ന് റിലീവ് ആയതിനു ശേഷമോ ആങ്സൈറ്റി ഒന്ന് റിലീവ് ആയതിനു ശേഷമോ അവരെ ഒന്ന് റീഅഷ്യൂർ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഫിസിക്കൽ എക്സാമിനേഷൻ ക്യാരി ഔട്ട് ചെയ്യുക. ഓക്കെ, അല്ലാതെ നമുക്ക് നഴ്സസിന് ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും ഒരു ഡോക്ടറിൻ്റെ ഓർഡറിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ഓക്കെ, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടേ ഇൻ്റർവ്യൂ ചെയ്യുള്ളൂ എന്നുള്ളൊരു സംഭവം ഒരിക്കലും ഇവിടെ വരുന്നില്ല. അത് നമുക്ക് കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യാം. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി തന്നെയാണ്, റിമൈൻ വിത്ത് ദ പേഷ്യൻറ്റ് ആൻഡ് പ്രൊവൈഡ് സപ്പോർട്ട്. അപ്പോൾ ഇത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നമ്മുടെ 6 C's എന്നുള്ള കാര്യങ്ങളൊന്ന് നോക്കി വെക്കുക. എന്തൊക്കെയാണ് 6 C? അപ്പോൾ 6 C'സിനകത്ത് വരുന്നൊരു സംഭവമാണ് കമ്പാഷനേറ്റ് കെയർ എന്നുള്ള കാര്യം. അത് ഒരൊറ്റ C മാത്രമായിട്ടുള്ളൂ. ബാക്കി 5 C എന്താണെന്നും ഓരോ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യവും നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിയർ ആയിട്ട് പഠിച്ച് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റൻ ആണ് ക്വസ്റ്റൻ നമ്പർ 7 എന്ന് പറയുന്നത്. അപ്പം ഇത്രയും ഒരു കാര്യങ്ങളായപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും എത്രത്തോളം ചേഞ്ചസ് ആണ് ക്വസ്റ്റ്യൻ പാറ്റേൺ അല്ലെങ്കിൽ മോഡലിനകത്ത് വന്നിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട്, ഞാൻ ഇപ്പോഴും വീണ്ടും പറയുന്നു, കാണാതെ പഠിക്കുന്ന ഒരു സ്കില്ല് നേരത്തെയൊക്കെ ഓക്കെ ആയിരുന്നു, അതായത് 1-2 വർഷം മുന്നേയൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ചേഞ്ചസ് വെച്ചിട്ട് നിങ്ങളുടെ കാണാതെ പഠിക്കൽ ഒരിക്കലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോകുന്നില്ല. പ്ലസ് നിങ്ങൾ അത്രയും സ്കിൽഫുൾ ആയിട്ടാണെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ CBT എക്സാം പാസ്സാവുകയുള്ളൂ, അല്ലെങ്കിൽ ആ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാനും പറ്റുള്ളൂ. ഓക്കെ, നമ്മുടെ എല്ലാ സ്റ്റുഡൻസ് ഈ ഒരു 12 ദിവസം ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട്, മോർ ദാൻ ഇനഫ് ആണോ, അല്ലെങ്കിൽ ഇനഫ് ആണ്, അത്രയും കൊണ്ട് തീരുമോ, ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്ന കേൾക്കുമ്പോൾ 12 days മോർ ദാൻ ഇനഫ് ആണ്. അതിൽ കൂടുതൽ നിങ്ങൾക്ക് ഒന്നിൻ്റെ ആവശ്യമില്ല. ബിക്കോസ് Day 1 തൊട്ട് Day 10 വരെയാണ് നമ്മൾ കംപ്ലീറ്റ് തിയറി സെഷൻസും ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം Day 11 and 12 എന്ന് പറയുന്നത് വരാൻ ചാൻസ് ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസും, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഒരു 20 to 25 സ്റ്റുഡൻസ് ഡെയിലി എക്സാംസ് എഴുതി പാസ്സാകുമ്പോൾ തന്നെ അവർക്ക് വന്നിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളെല്ലാം വീണ്ടും റീഫ്രഷേഴ്സായിട്ട് പുതിയ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുകയായിരിക്കും, സെനാരിയോ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും. അപ്പോൾ ഓരോ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അത് പിന്നെ ഫ്ലെക്സിബിളായിട്ട് തന്നെ നിങ്ങളുടെ ക്ലാസ്സസും കാര്യങ്ങളെല്ലാം വരുന്നതുകൊണ്ട് നിങ്ങൾക്കൊരു ടെൻഷൻ ഇല്ലാതെ നന്നായിട്ട് പഠിച്ചൊന്ന് മനസ്സിലായതിന് ശേഷം മാത്രം നിങ്ങൾ ഡേറ്റ് എടുക്കാനായിട്ട് നോക്കുക. ചില സ്ഥലങ്ങളിൽ ഡേറ്റ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആദ്യമേ നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് ഡേറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിനുള്ള സമയം കൂടി ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്താം. ഇനി സമയം ഒട്ടും ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, റെക്കോർഡ് വീഡിയോസിനകത്തും സെയിം ഇതുപോലെ തന്നെയാണ്. അതിനകത്തുള്ള വീഡിയോസ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കണ്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനും പറ്റും എന്തായാലും. ഓക്കെ, ഇനി ഇൻ കേസ് ഇപ്പോൾ നിങ്ങൾ റെക്കോർഡ് സെഷൻ എടുത്തും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 1-to-1 സെഷൻ്റെ അല്ലെങ്കിൽ ഒരു ടീച്ചറിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ആവശ്യമാണ്, ഡൗട്ട്സ് ഒരുപാട് നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങൾക്കത് സ്വാപ്പ് ചെയ്യാനും പറ്റും എന്തായാലും. സ്വാപ്പ് ചെയ്ത് 1-to-1 നിങ്ങൾക്ക് മാറാം എന്തായാലും. ഓക്കെ, അങ്ങനെയുള്ള എല്ലാ ഓപ്ഷൻസും അവൈലബിൾ ആണ് എന്തായാലും. ഓക്കെ, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനോട് നമുക്ക് നോക്കിയിട്ട് സെഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്, ആസ് എ നഴ്സ് യു ആർ ട്രീറ്റിംഗ് എ പേഷ്യൻറ്റ് ഹു ഹാഡ് എൻ ആസ്മ അറ്റാക്ക്. ഓക്കെ, ഹൗ വുഡ് യു അസസ് ഇഫ് ദ മെഡിക്കേഷൻ ഈസ് എഫക്റ്റീവ്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. കാര്യം ഇതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു സ്കില്ല് നിങ്ങളുടെ ഓസ്കിക്ക് വളരെ കോമൺ ആണ്. ആൻഡ് പ്ലസ് ഇവിടെ പേഷ്യൻസ് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നൊരു സംഭവമാണ് എന്തായാലും. ഓക്കെ, അപ്പോൾ ഇതിൽ ആസ്മ മാനേജ്മെൻറ്റ് എന്താണെന്നും അല്ലെങ്കിൽ അവിടുത്തെ പേഷ്യൻറ്റ് മാനേജ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ആൻസറിലോട്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് എത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ, നിങ്ങളൊരു ആസ്മ പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആസ്മ അറ്റാക്ക് ഉള്ള ഒരു പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് മെഡിക്കേഷൻസ്, ചിലപ്പോൾ ഒരു ഇൻഹേലേഴ്സ് ആയിരിക്കും എടുക്കുന്നത്, ആ മെഡിക്കേഷൻസ് എഫക്റ്റീവ് ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ സാധിക്കും എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് എന്താണ്? പേഷ്യൻറ്റ് ക്യാൻ വാക്ക്. ഫസ്റ്റ് ഓപ്ഷൻ, പേഷ്യൻറ്റ് ക്യാൻ വാക്ക് അറ്റ് എ ഷോർട്ട് ഡിസ്റ്റൻസ്. അവർക്ക് കുറച്ച് ഷോർട്ട് ഡിസ്റ്റൻസ് വാക്ക് ചെയ്യാൻ പറ്റും എങ്കിൽ അത് എഫക്റ്റീവ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? ഇനി ബി, പീക്ക് ഫ്ലോ. എന്താണ് പീക്ക് ഫ്ലോ അറിയോ? ഇനി അതായിരിക്കും ഓപ്ഷൻ.
ഇനി സി, നോർമൽ ഹാർട്ട് റേറ്റ്. അവർക്ക് ഇൻഹേലർ മെഡിക്കേഷൻസ് എടുത്തിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഒരു പ്രോപ്പറായിട്ടുള്ള എഫക്റ്റീവ് മെഡിക്കേഷൻ അവർക്ക് എഫക്റ്റീവ് ആയെന്നാണെങ്കിൽ അവരുടെ ഹാർട്ട് റേറ്റ് നോർമൽ ആയിരിക്കുമോ? ദെൻ ഡി, നോർമൽ ബ്ലഡ് പ്രഷർ. അവർക്ക് ചിലപ്പോൾ മെഡിക്കേഷൻ എഫക്റ്റീവ് ആയിട്ടുണ്ടെങ്കിൽ അവരുടെ ബ്ലഡ് പ്രഷർ എന്തായിരിക്കും? നോർമൽ ആയിരിക്കും. ഓക്കെ, അപ്പം ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ പേഷ്യൻറ്റ് ഷോർട്ട് ഡിസ്റ്റൻസ് വാക്ക് ചെയ്യുന്നതോ ഹാർട്ട് റേറ്റിൻ്റെ നോർമൽ ആവുന്നതോ ബ്ലഡ് പ്രഷർ കാര്യങ്ങളോ ഇതൊന്നും വെച്ച് നമുക്ക് മെഡിക്കേഷൻസിൻ്റെ എഫക്റ്റീവ്നെസ് നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല. മെഡിക്കേഷൻസ് എഫക്റ്റീവ് ആണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ പേഷ്യൻറ്റിന് നമ്മൾ എന്തിനാണ് മെഡിക്കേഷൻ കൊടുക്കുന്നത്? മെയിനായിട്ട് ബ്രോങ്കോ ഡയലറ്റേഷന് വേണ്ടിയിട്ടായിരിക്കും അല്ലേ? അപ്പോൾ ആ ഒരു ബ്രോങ്കോ ഡയലറ്റേഷൻ ഒന്ന് ഓക്കെ ആകുമ്പോൾ തന്നെ പേഷ്യൻറ്റ് പ്രോപ്പറായിട്ട് തന്നെ ശ്വാസം എടുക്കാൻ ഒരു ഗേഷ്യസ് എക്സ്ചേഞ്ച് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പേഷ്യൻറ്റിന് സാധിക്കും എന്തായാലും. ഓക്കെ, അപ്പോൾ ആസ്മ ടൈപ്പിൽ നമ്മൾ മെഡിക്കേഷൻസ് എഫക്റ്റീവായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ പേഷ്യൻറ്റിന് എത്രത്തോളം എഫക്റ്റീവായിട്ട് എക്സൈൽ ചെയ്ത് എയർ പുറത്തേക്ക് വിടാൻ പറ്റുന്നുള്ള കാര്യം കൂടി നമ്മൾ അറിയണം. ആ ഒരു എഫക്റ്റീവ്നെസ് അറിയുമ്പോഴത്തേക്ക് നമുക്ക് എത്രത്തോളം എഫക്റ്റീവായിട്ട് മെഡിക്കേഷൻ വർക്ക് ചെയ്യുന്നുള്ള കാര്യം അറിയാൻ സാധിക്കും. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ് പീക്ക് ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് പേഷ്യൻറ്റ് നോർമലായിട്ട് വാക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ പേഷ്യൻറ്റിന് ഹാർട്ട് റേറ്റ് നോർമൽ ആവുന്നതോ ബ്ലഡ് പ്രഷർ നോർമൽ ആവുന്നതോ ഒന്നും തന്നെ നമുക്ക് ആസ്മ മെഡിക്കേഷൻ പേഷ്യൻറ്റ് എഫക്റ്റീവ് ആണെന്നുള്ള കാര്യം വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. അവിടെ നമ്മൾ നോക്കേണ്ടത് അല്ലെങ്കിൽ അറിയേണ്ടത് പീക്ക് ഫ്ലോ റേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് പീക്ക് ഫ്ലോ? ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പീക്ക് ഫ്ലോ, യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും മിക്കവാറും. ഇപ്പം ഇതാണ് ഒരു പിക്ചർ എന്ന് പറയുന്നത് പീക്ക് ഫ്ലോ. ഇതിനകത്തൊരു മൗത്ത് പീസ് പോലെ ഉണ്ടായിരിക്കും. ആ മൗത്ത് പീസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പീക്ക് ഫ്ലോ ചെക്ക് ചെയ്ത് നോക്കുന്നത്. ഓക്കെ, നമ്മൾ നോർമലി ഒരു 3 ടൈം നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. അതിൽ നമ്മുടെ മാക്സിമം നോക്കിയിട്ടാണ് നമുക്ക് എത്രത്തോളം പീക്ക് ഫ്ലോ വാല്യൂ ഉണ്ടെന്നുള്ള കാര്യം, എത്രത്തോളം എഫക്റ്റീവായിട്ട് നമ്മുടെ മെഡിക്കേഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. ആ പീക്ക് ഫ്ലോയ്ക്ക് അനുസരിച്ച് നമ്മൾ മെഡിക്കേഷൻസിൻ്റെ ഡോസോ കാര്യങ്ങളോ എല്ലാം തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും? ചേഞ്ചസ് വരുത്താറുണ്ട് എന്തായാലും. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് കറക്റ്റായിട്ട് പീക്ക് ഫ്ലോ എന്ന് പറയുന്നത് ഓൾസോ നോൺ ആസ് പീക്ക് എക്സ്പിറേറ്ററി ഫ്ലോ റേറ്റ്, PEFR എന്ന് പറയും. ഇസ് എ മെഷർമെൻറ്റ് ഓഫ് ഹൗ ക്വിക്ലി എ പേഴ്സൺ ക്യാൻ എക്സൈൽ എയർ ഫ്രം ദെയർ ലങ്സ്. It is a key indicator of lung function and is often used to help diagnose and monitor asthma. ഓക്കെ, അപ്പോൾ അത് പീക്ക് ഫ്ലോ എന്താണെന്ന് പീക്ക് ഫ്ലോ എക്സ്പിറേറ്ററി റേറ്റ് എന്താണെന്നുള്ള കാര്യങ്ങളൊന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. അതിനും അതിൻ്റെതായിട്ടുള്ള നോർമൽ വാല്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നോക്കി വെക്കുക എന്തായാലും. ഓക്കെ, ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. ഈ ഒരു 7 ക്വസ്റ്റ്യനിനകത്ത് 7 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് നമ്മൾ മെയിനായിട്ട് കവർ ചെയ്തത്. അപ്പോൾ ഇതുപോലത്തെ 100 കണക്കിന് ടോപ്പിക്സ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് പാർട്ട് എ അല്ലെങ്കിൽ പാർട്ട് ബി വരുന്ന സമയത്ത് ഏത് ക്വസ്റ്റ്യൻസ് ഏത് തിയറി പോർഷൻസ് എന്ന് വേണമെങ്കിലും കവർ ചെയ്ത് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനിലോട്ട് എത്താം. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങൾ ആൻസർ പ്രോപ്പറായിട്ട് നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കുക എന്താണെന്നുണ്ടെങ്കിലും. എൻ്റെ മെയിൻ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഇനി സ്വന്തമായിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ 4 ഓപ്ഷൻസിൽ നിങ്ങൾക്ക് അറിയാവുന്നൊരു ഓപ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ബാക്കിയുള്ള ഓപ്ഷൻസ് തെറ്റായി പോകുന്നതാണെങ്കിൽ എലിമിനേറ്റ് ചെയ്യുന്നതാണെങ്കിൽ അത് നിങ്ങൾ ഇതുവരെയും കേട്ടിട്ടില്ലാത്ത ആൻസേഴ്സ് ആണെങ്കിൽ ദയവ് ചെയ്ത് എന്ത് ചെയ്യുക? ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക അതെന്താണെന്നുള്ള കാര്യം. അതും കൂടെ പഠിച്ചിട്ട് നിങ്ങൾ പോകാം. അല്ലാതെ വെറുതെ എന്ത് ചെയ്തത് കാണാപ്പാഠം പഠിച്ച് വെക്കരുത്. ഓക്കെ, അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് വീണ്ടും ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള തിയറി ഒക്കെ തന്നെ നിങ്ങൾ കവർ ചെയ്ത് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്തായാലും. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ CBTയുടെ ഡിസ്കഷൻ ഗ്രൂപ്പ്സിലൊക്കെ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ എന്തായാലും. ഫർദർ നിങ്ങൾ സെൽഫ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കോൺഫിഡൻറ്റ് അല്ല എക്സാമിന് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഫസ്റ്റ് ടൈമോ അല്ലെങ്കിൽ സെക്കൻഡ് ടൈമോ നിങ്ങൾ എക്സാം ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ റിസ്ക് എടുക്കരുത്. ഒരു പ്രോപ്പർ അസിസ്റ്റൻസ് എടുത്ത് മാത്രം തന്നെ നിങ്ങൾ എക്സാം എഴുതുക. 6 മാസം വെയിറ്റ് ചെയ്യാന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. എക്സാം എടുക്കുന്നതിനുള്ള നിങ്ങൾക്ക് ചിലവ് പറഞ്ഞിരിക്കുന്ന ഇന്നത്തെ ടോപ്പിക്കിൽ ഞാൻ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സിലെല്ലാം തന്നെ ഞാൻ ഓസ്കി സെനാരിയോയിലും വരുന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ? അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ സെയിം കാര്യങ്ങളാണ് നിങ്ങൾ കാണാനും പഠിക്കാനും പോകും. നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടെങ്കിലും ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ആ ഇൻ്റർവ്യൂവിനകത്തും ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പഠിക്കുന്നത് കൈൻഡ് ഓഫ് ഒരു ലൈഫ് സേവറാണ് നിങ്ങളുടെ. അത് നന്നായിട്ട് തറവായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കാം. ഓക്കെ, അപ്പം എല്ലാവർക്കും ബെസ്റ്റ് വിഷ്. സെൽഫ് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഇതേപോലത്തെ 7 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഇനി അപ്കമിങ് വീഡിയോസിനകത്ത് ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യായിരിക്കും എന്തായാലും. അപ്പോൾ നിങ്ങൾ പഴയ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ അത് കാണുക. CBTയുടെ പറ്റി ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഇട്ടിട്ടുണ്ട്. ഇതുവരെ നമ്മുടെ മല്ലു നഴ്സിംഗ് കപ്പിൾ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും എല്ലാ ഗ്രൂപ്പുകളുടെ റെലവൻറ്റ് ലിങ്ക്സും കാര്യങ്ങളൊക്കെ തന്നെ പ്രീവിയസ് CBTയുടെ വീഡിയോസൊക്കെ തന്നെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷന് താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസിനെ പറ്റി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. മാക്സിമം നിങ്ങൾ CBT പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സിന് എല്ലാവർക്കും തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ യദുകൃഷ്ണ സൈനിങ് ഓഫ് ഫ്രം മല്ലു നഴ്സിംഗ് കപ്പിൾ. ബൈ.